ഇസ്രയേലിന് മേൽ പുതിയ താരിഫ് ഒന്നും ചുമത്താത്ത നടപടിയാണ് അമേരിക്ക നിലവിൽ കൈക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, അമേരിക്കയ്ക്ക് മേലുള്ള നികുതികളൊക്കെ ഇസ്രയേലും എടുത്തു കളഞ്ഞിരിക്കുകയാണ്. ഇസ്രയേലും അമേരിക്കയും പരസ്പരം ബന്ധം വിപുലീകരിക്കുന്ന തിരക്കിലാണിപ്പോൾ കൂടുതലും ഉള്ളത്. ഈ സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ ഇസ്രയേലുമായി ആയുധ വ്യാപാരം വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ്. 20,000-ത്തിലധികം അമേരിക്കൻ നിർമ്മിത അസാൾട്ട് റൈഫിളുകൾ ഇസ്രയേലിന് വിൽക്കാനുള്ള കരാറാണ് പുതുതായി ഇനി വരാൻ പോകുന്നത്. ട്രംപ് സർക്കാർ ഇതുമായി മുന്നോട്ട് നീങ്ങുകയാണെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇസ്രയേലുമായുള്ള ഈ തോക്ക് ഇടപാടുമായി മുന്നോട്ട് പോകാൻ ജോ ബൈഡൻ ഭരണകൂടം അത്ര താല്പര്യമായിരുന്നില്ല പ്രകടിപ്പിച്ചിരുന്നത്. ആയുധങ്ങൾ പാലസ്തീനിൽ താമസിക്കുന്ന ഇസ്രയേലി പൗരന്മാരുടെ കയ്യിൽ എത്തിയേക്കുമെന്നും അവർ അത് ദുരുപയോഗം ചെയ്തേക്കുമെന്നുള്ള ആശങ്ക മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു ഈ തോക്ക് കച്ചവടം ബൈഡൻ സർക്കാർ പ്രധാനമായിട്ടും വൈകിപ്പിച്ചിരുന്നത്. ഈ നടപടിയാണ് ട്രംപ് ഇപ്പോൾ നടപ്പിലാക്കാനായി ഒരുങ്ങുന്നത്. ഇതിനു മുമ്പും ട്രംപ് ബൈഡൻ തടഞ്ഞുവെച്ച ആയുധങ്ങൾ ഇസ്രയേലിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു. തോക്ക് വിൽപ്പനയ്ക്കായുള്ള $24 മില്യൺ ഇടപാടിനെക്കുറിച്ചുള്ള അറിയിപ്പ് മാർച്ച് 6-ാം തീയതി സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അമേരിക്കൻ കോൺഗ്രസിന് അയച്ചിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളെല്ലാം വെളിപ്പെടുത്തുന്നത്. തോക്കുകളുടെ അന്തിമ ഉപയോക്താവ് ഇസ്രയേലി നാഷണൽ പോലീസ് ആയിരിക്കുമെന്നാണ് ഈ അറിയിപ്പിൽ ചൂണ്ടിക്കാട്ടുന്നത്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സർക്കാരിലെ തീവ്ര വലതുപക്ഷ അംഗമായ ഇസ്രയേലിന്റെ ദേശീയ സുരക്ഷാ മന്ത്രിയാണ് ഇസ്രയേലി പോലീസ് സേനയുടെ മേൽനോട്ടം പ്രധാനമായിട്ടും വഹിക്കുന്നത്. ഒക്ടോബർ 7-ലെ ആക്രമണങ്ങൾക്ക് ശേഷം, പ്രത്യേകിച്ചും 2023 നവംബറിൽ ദി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തതുപോലെ, സിവിലിയൻ സുരക്ഷാ സ്ക്വാഡുകൾക്ക് ആയുധം നൽകുന്നതിന് അദ്ദേഹത്തിന്റെ മന്ത്രാലയം മുൻഗണന നൽകുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വവും നയങ്ങളും വിവാദങ്ങളാൽ യഥാർത്ഥത്തിൽ അടയാളപ്പെടുത്തുന്നവ കൂടിയാണ്. അറബ് വിരുദ്ധ പ്രവർത്തനത്തിന് പേരുകേട്ട അദ്ദേഹത്തിന് കുറ്റാരോപണങ്ങളുടെ ഒരു നീണ്ട ചരിത്രവുമുണ്ട്. വംശീയതയെ പ്രകോപിപ്പിക്കൽ ഉൾപ്പെടെ കുറഞ്ഞത് 8 കേസുകളെങ്കിലും അദ്ദേഹത്തിന് മേൽ നിലനിൽക്കുന്നുണ്ട്. ദേശീയ സുരക്ഷാ മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ഇസ്രയേലിന് തോക്കുടമസ്ഥാവകാശ നിയന്ത്രണങ്ങൾ ലഘൂകരിക്കാൻ പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. കൂടാതെ പൊതു ഇടങ്ങളിൽ നിന്ന് പാലസ്തീൻ പതാകകൾ നീക്കം ചെയ്യാനും ഉത്തരവിടുകയുണ്ടായി. അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളും പ്രവർത്തികളും വ്യാപകമായി വിമർശിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പലരും അവയെ വംശീയ പ്രകോപനം എന്നാണ് മുദ്ര കുത്തിയതും. അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള വമ്പൻ ആയുധ കരാറുകളെ അപേക്ഷിച്ച് താരതമ്യേന ചെറിയ ഇടപാടാണ് ഈ തോക്ക് വിൽപ്പനയുടേതെങ്കിലും അതിന്റെ അപകട സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു ബൈഡൻ ഭരണകൂടം ആ പദ്ധതിയുമായി മുന്നോട്ട് പോകാതിരുന്നതെന്നും പറയാം. കൂടാതെ ഇസ്രയേൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ അക്രമം നടത്തിയെന്ന ആരോപണം നേരിടുന്ന വ്യക്തികൾക്കും ബൈഡൻ ഭരണകൂടം ഉപരോധം ഏർപ്പെടുത്തുന്ന നടപടിയായിരുന്നു കൈക്കൊണ്ടിരുന്നത്. പാലസ്തീനികൾക്കെതിരെ ആക്രമണങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിൽ കൂടിയായിരുന്നു ഈ നടപടി.